Hey everyone, welcome back to D4M. ഇന്ന് നമ്മൾ ബൈനറി നമ്പേഴ്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ക്ലാസ്സിലേക്ക് കടക്കാം. ബൈനറി നമ്പേഴ്സ് എന്ന് പറയുന്നത് രണ്ട് ഡിജിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈനറി നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ബേസ് 2 നമ്പർ സിസ്റ്റം എന്നും പറയാറുണ്ട്. ഇതിന് നമ്മൾ 0 and 1 ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കൂടുതലായിട്ടല്ല, 0 and 1 മാത്രമാണ് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ബൈനറി നമ്പേഴ്സിൽ ഓരോ ഡിജിറ്റും, അത് 0 ആവട്ടെ 1 ആവട്ടെ, അതിന് ഓരോന്നിനെ നമ്മൾ ബിറ്റ് എന്നാണ് പറയുന്നത്. ബൈനറി നമ്പേഴ്സ് നിങ്ങൾ കൂടുതൽ കേൾക്കാൻ സാധ്യതയുള്ളത് കമ്പ്യൂട്ടർ സയൻസിലാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ നിലനിന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പാർട്ട് ആണ് യഥാർത്ഥത്തിൽ ബൈനറി നമ്പേഴ്സ് എന്നുള്ളത്. ഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്. ഡെസിമൽ നമ്പർ സിസ്റ്റം മിക്കവർക്കും അറിയാവുന്നതായിരിക്കും. എന്ന് വയ്ക്കുകയാണെങ്കിൽ ബേസ് 10 നമ്പർ സിസ്റ്റമാണ്. നമ്മൾ നോർമലായിട്ട് എഴുതാറല്ലേ, ഇപ്പോൾ 400, 500, 700 എന്നൊക്കെ ഉള്ളത്, അതെല്ലാം ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ 0 to 9 വരെയാണ് നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് 345 നമുക്ക് എങ്ങനെയാണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ കിട്ടുക നോക്കാം. ഏതൊരു നമ്പർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും ആ സിസ്റ്റത്തിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് ആ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് റൈസ് ടു 0, ദെൻ റൈസ് ടു 1, റൈസ് ടു 2 അങ്ങനെ പോകും. എന്ന് വയ്ക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു 3 ബേസ്ഡ് നമ്പർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരാൻ പോകുന്നത് 3 റൈസ് ടു 0 എന്നായിരിക്കും. അതേപോലെ തന്നെ ഇത് 3 റൈസ് ടു 1 ആൻഡ് 3 റൈസ് ടു 2 എന്നുള്ള രീതിയിലായിരിക്കും. ഇത് ബേസ് 10 നമ്പർ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ 10 റൈസ് ടു 0 ആണ് ഫസ്റ്റ് വരിക. ഫസ്റ്റ് ഡിജിറ്റ് 10 റൈസ് ടു 0 ആയിരിക്കും, ഇത് 10 റൈസ് ടു 1 ആയിരിക്കും, ഇത് 10 റൈസ് ടു 2 ആയിരിക്കും. ഇനി ഇവിടെ ഏതെങ്കിലും ഒരു ഡിജിറ്റ് ഉണ്ടെങ്കിൽ അത് 10 റൈസ് ടു 3 അങ്ങനെ പോകും. ഇതെങ്ങനെ കിട്ടുകയെന്ന് വയ്ക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ 3 into 10 റൈസ് ടു 2 ചെയ്യാം. ഓക്കെ, ആ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ എത്രയാണോ അതിൻ്റെ പൊസിഷൻ എന്നുള്ളത് പ്ലസ് ആഡ് ചെയ്യുക. 4 into എത്രയായിരിക്കും വരിക, 10 റൈസ് ടു 1 എന്ന് വരും, പ്ലസ് 5 into 10 റൈസ് ടു 0. ഓക്കെ, ഇനി 3 into 10 റൈസ് ടു 2 എത്രയാണ്, 10 into 10 is 100. സോ 3 into 100 300 പ്ലസ് 4 into 10 raised to 1. 10 raised to 1 10 ആണ്. 4 into 10 raised to 1 that is 4 into 10 14. Then plus 5 into 10 raised to 0. Whatever raised to 0 is 1. Okay, x raised to 0 1. അപ്പോൾ 5 into 1 എത്രയാണ്, 5 ആണ്. സോ നമുക്ക് 345 എന്ന് കിട്ടും. ഓക്കെ, ഇതേപോലെയാണ് നിങ്ങൾക്ക് ഏത് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു വെക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ കിട്ടുക. ബേസ് 2 നമ്പർ സിസ്റ്റം നമ്മുടെ മെയിൻ ടോപ്പിക്ക്. ബൈനറി നമ്പേഴ്സിൽ നമ്മൾ പറഞ്ഞു നമ്മൾ പവർ ഓഫ് 2 ആയിട്ടാണ് എഴുതുക. എന്ന് വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ 345 നമ്മൾ ഒരിക്കലും എഴുതില്ല. ഓക്കെ, അത് ഡെസിമലിലാണ് നമ്മൾ എഴുതുള്ളൂ. ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണ്, അത് 2 റൈസ് ടു 0, 2 റൈസ് ടു 1, 2 റൈസ് ടു 2 ആ രീതിയിലാണ് പോവുക. ബൈനറി നമ്പേഴ്സ് ഞാൻ ആദ്യമേ പറഞ്ഞു 0ഉം 1ഉം മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടുണ്ടായിരുന്ന കമ്പ്യൂട്ടേഴ്സ്, വലിയ ENIAC പോലത്തെ കമ്പ്യൂട്ടേഴ്സ്, അങ്ങനത്തെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടല്ലോ, അതിലൊക്കെ ലിറ്ററലി ലൈറ്റ് ബൾബ്സ് ആയിരുന്നു നമ്മൾ ഈ ബൈനറി നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ബൈനറി നമ്പേഴ്സിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്നത്. ഇന്നും നമ്മുടെ കമ്പ്യൂട്ടേഴ്സിൽ ഡാറ്റ പ്രോസസ്സിങ്ങും അതേപോലെ തന്നെ സ്റ്റോറേജിനൊക്കെ നമ്മൾ ബൈനറി നമ്പേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡിജിറ്റലായിട്ടുള്ള ഇലക്ട്രോണിക്സ്, അതേപോലെ തന്നെ സർക്യൂട്ട് ഡിസൈൻസ്, മൈക്രോ കൺട്രോളേഴ്സ് ഒക്കെ എന്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോഴും ബേസ് 2 നമ്പർ സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നെറ്റ്വർക്കിംഗ് ആയിട്ടുള്ള പല ട്രാൻസ്മിഷൻ പ്രോട്ടോകോൾസൊക്കെ നമ്മൾ ബൈനറി നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അവരെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നൗ നമുക്ക് ഈ ഒരു നമ്പറിനെ എങ്ങനെ നമുക്ക് ഒരു ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ആൻഡ് ബിഫോർ ദാറ്റ് എനിക്കൊരു കാര്യം കൂടിയും പറയാനുണ്ട്. ഇവിടെ നിങ്ങൾ കണ്ടോ, ഇതേപോലെ ബ്രാക്കറ്റ് ഇട്ട് 2 എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ബൈനറി നമ്പർ ആണ് എന്നുള്ളത്. അതേപോലെ തന്നെ ഒക്ട ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ 8 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒക്ട ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഏത് നമ്പർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ പവർ നമ്മൾ ഇതേപോലെ താഴ്ത്ത് ഇങ്ങനെ എഴുതും. അതിന് ബേസ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇപ്പോൾ 345 നമ്മൾ കുറച്ച് മുമ്പ് കണ്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. പക്ഷേ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ലിറ്ററലി ഇങ്ങനെ എഴുതാറില്ല. നമ്മൾ ഡയറക്റ്റ്ലി 345 എന്ന് എഴുതാറുള്ളൂ. ഇപ്പോൾ 101 ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ബൈനറി നമ്പറാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ടെങ്കിൽ അത് ഡെസിമൽ നമ്പറാണ്. സോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാംസിന് വരാൻ നേരത്ത് നിങ്ങൾക്ക് അതിലൊരു ഡൗട്ട് വേണ്ട. ഇനി ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്തായിരിക്കും വരിക,
ആദ്യത്തെ ഡിജിറ്റിൻ്റെ പൊസിഷൻ ഇപ്പോൾ 2⁻0 ആയിരിക്കും, പിന്നെ 2⁻1 ആയിരിക്കും, 2⁻2 ആയിരിക്കും, ഇവിടെ 2⁻3 എന്നായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും വരിക? 1 × 2⁻3 പ്ലസ് 0 × 2⁻2 പ്ലസ് 1 × 2⁻1 പ്ലസ് 1 × 2⁻0 അല്ലേ? അപ്പോൾ എന്താ വരിക? 2 × 2 4, 4 × 2 8, 8 × 1 8, ഓക്കെ, പ്ലസ് 0 × 2⁻2, whatever multiplies by 0 is 0, so 0, then plus 2⁻1, that is 2, 1 × 2 2, plus whatever raised to 0 is 1, so 1 × 1 1, which gives 8 plus 2 10, 10 plus 1 11, so our answer is 11. ഓക്കെ, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഇത് 11 ആണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. നമുക്ക് അതേപോലെ തന്നെ വേറൊരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, 1101 ആണ്. അപ്പോൾ ഇതെന്താണ്? 2⁻0 ആണ്, ഇത് 2⁻1 ആണ്, ഇത് 2⁻2 ആണ്, ഇത് 2⁻3 ആണ്. സോ നമുക്ക് എഴുതി വെക്കാം. ആദ്യം 1 × ഇവിടെ നിന്ന് കേട്ടോ, 1 × 2⁻3, 1 × 2⁻3 പ്ലസ് 1 × 2⁻2 പ്ലസ് 0 × 2⁻1 പ്ലസ് 1 × 2⁻0, 2 × 2 4, 4 × 2 8, plus 2 × 2 4, plus 0 plus 1, okay, which gives us 13. Okay, 8 plus 4 12, 12 plus 1 13. അപ്പോൾ 13 ആണ് ഏത് ഇതിൻ്റെ ഡെസിമലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം. ഇനി ഇത് ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. ബൈനറിയിൽ നമ്മൾ 00 എഴുതുമ്പോഴാണ് 0 വരിക, അതേപോലെ തന്നെ 0001 എഴുതുമ്പോഴാണ് നമുക്ക് 1 കിട്ടുക, അതേപോലെ തന്നെ 0010 ആണ് ഡെസിമലിൽ 2, അതേപോലെ 3 വരണമെന്നുണ്ടെങ്കിൽ 0011 ആണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടേബിൾ പഠിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് എക്സാംസിനൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ കൺവേർട്ട് ചെയ്താലും മതി. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു ഡെസിമൽ ടു ബൈനറി, അത് നമ്മൾ ആദ്യം ബൈനറി ടു ഡെസിമലാണ് പറഞ്ഞത്. ഇനി ഡെസിമൽ ടു ബൈനറി എങ്ങനെയാണെന്നുള്ളത്. ഡെസിമൽ ടു ബൈനറി സിമ്പിളാണ്. അത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും. ആ ഒരു ഡെസിമൽ നമ്പറിനെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിമൈൻഡേഴ്സൊക്കെ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ കോഷ്യൻ്റ് എപ്പോഴാണോ 0 ആവുന്നത് അപ്പോഴായിരിക്കും നമ്മൾ ആ ഒരു പ്രോബ്ലം നിർത്തുന്നുണ്ടാവുക. എന്നിട്ട് ഈ റിമൈൻഡേഴ്സ് കിട്ടിയ റിമൈൻഡേഴ്സ് ഉണ്ടാവില്ലേ, ഇപ്പോൾ റിമൈൻഡർ കിട്ടിയത് 1 0 1 0 എന്നാണെന്നുണ്ടെങ്കിൽ അത് റിവേഴ്സ് ഓർഡറിൽ എഴുതുക. എന്നിട്ട് പിന്നെ 0 1 0 1, അതായിരിക്കും ഇതിൻ്റെ എന്ത് ബൈനറി വേർഷൻ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നമുക്ക് എങ്ങനെയാണ് 13 എന്നുള്ള ഒരു നമ്പറിനെ ബൈനറി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. സോ 13 ഡിവൈഡഡ് ബൈ 2, ഉത്തരം എത്രയാണ്? 6. ആൻഡ് ദ റിമൈൻഡർ വുഡ് ബി 1, റൈറ്റ്? നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 6 12 ബാലൻസ് 1. ഈ 1 ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന 1. ഓക്കെ, ഈ 6 ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന 6. ഓക്കെ, സോ അതിനുശേഷം ഈ 6നെ നമ്മൾ വീണ്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ 2 വിച്ച് വുഡ് ബി 3. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ചെറിയ സംഖ്യകളായിരിക്കുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്തു നോക്കുക. ഓക്കെ, സോ വിച്ച് വുഡ് ബി 3 ആൻഡ് റിമൈൻഡർ വുഡ് ബി 0. ആൻഡ് ലെറ്റ്സ് ഡു ഇറ്റ് അഗെയിൻ. സോ നമുക്ക് 3 ഡിവൈഡഡ് ബൈ 2 വിച്ച് വുഡ് ബി 1 ആൻഡ് റിമൈൻഡർ വുഡ് ബി 1. ആൻഡ് 1 ഡിവൈഡഡ് ബൈ, ഓക്കെ, ഈ 1 നമ്മളെടുത്തു, ഡിവൈഡ് ബൈ 2 ചെയ്യുന്നു. അപ്പോൾ എത്രയാണ് വരിക? നമുക്ക് 1 ആയിരിക്കും നമുക്ക് കിട്ടുക വിത്ത് റിമൈൻഡർ 1. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മുടെ എന്ത് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ കോഷ്യൻ്റ് 0 ആയിട്ടുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ, ലൈക്ക് 1 ഡിവൈഡഡ് ബൈ 2. സോ നമുക്ക് കോഷ്യൻ്റ് 0 വരുന്നുണ്ട്. ആ ഒരു കേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയതാണ് 1. ഇതായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. നമ്മളത് റിവേഴ്സ് ആയിട്ട് എഴുതണം. നമുക്ക് കിട്ടിയിരിക്കുന്നതിൻ്റെ റിവേഴ്സ് 1 1 0 1 എന്നാണ് അതിൻ്റെ ഉത്തരം വരിക. 1 1 0 1 ബേസ് 2. ഇതാണ് യഥാർത്ഥത്തിൽ കൺവേർട്ടായിട്ട് 13 എന്ന ഡെസിമൽ നമ്പറായിട്ട് മാറുന്നത്. ഇനി നമുക്ക് ബൈനറി നമ്പേഴ്സിൻ്റെ കുറച്ച് അരിത്തമെറ്റിക്
പ്രോബ്ലംസ് അല്ലെങ്കിൽ അരിത്തമാറ്റിക് ആയിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമുക്ക് ഇതിൽ കുറച്ച് റൂൾസ് മനസ്സിലാക്കാനായിട്ടുണ്ട്. ഇപ്പോൾ അഡീഷൻ ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. 2 ബൈനറി നമ്പർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് റൂൾസ് ഉണ്ട്. ദാറ്റ് ഈസ് 0 + 0 0 ആണ്, 0 + 1 1 ആണ്, 1 + 0 1 ആണ്, എന്നാൽ 1 + 1 0 ആണ്. ഓക്കെ, ഇതൊരു റൂളാണ്. അതേപോലെ തന്നെ 1 + 1 വരുന്ന സമയത്ത് നമ്മൾ 0 എഴുതിയതിന് ശേഷം അടുത്ത ഹയർ ഡിജിറ്റിന് നമ്മൾ 1 എന്ന് എഴുതണം. ഫോർ എക്സാമ്പിൾ അതെങ്ങനെയാണെന്ന് വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ 0 1 0 1 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. സോ 1 + 1 എത്രയാണ്? 0 എഴുതിയിട്ട് 1 എഴുതുക. 1 0 ആണ് അത് വരിക. അപ്പോൾ 0 + 0 0 1 റൈറ്റ്. അപ്പോൾ 1 0 എന്നായിരിക്കും ബൈനറി നമ്പേഴ്സിൽ നമ്മൾ ആഡ് ചെയ്യുക. ഇത് ബൈനറി നമ്പേഴ്സ് ആട്ടോ, വി ആർ നോട്ട് കൺവേർട്ടിങ്, ദിസ് ഇസ് ജസ്റ്റ് ബൈനറി നമ്പേഴ്സിൻ്റെ അഡീഷനാണ്. ഇനി നമുക്ക് ഈ 2 നമ്പേഴ്സും എങ്ങനെയാണ് ആഡ് ചെയ്യാൻ നോക്കാം. ഇതിൽ 1 0 1 1 പ്ലസ് 1 1 0 1 ആണ് ആഡ് ചെയ്യുന്നത്. എങ്ങനെ നോക്കാം? നമ്മൾ നോർമൽ അഡീഷൻ പോലെ തന്നെ ആ റൂള് ഓർത്താൽ മതി. 1 + 1 എന്തായിരുന്നു? 0 ആയിരുന്നു. സോ വി ആർ പുട്ടിങ് 0 ആൻഡ് ഇവിടെ നമ്മൾ 1 എഴുതിയിട്ടുണ്ട്. ദെൻ 1 + 1 അഗെയിൻ 0 നമ്മൾ വീണ്ടും 1 എഴുതിയിട്ടുണ്ട്. ദെൻ 1 + 1 അഗെയിൻ 0 ബാലൻസ് 1 എഴുതിയിട്ടുണ്ട്. Now 1 + 1 is 10, right? 10 + 1 11. That is 1 0 + 1. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വരിക. അപ്പോൾ ഇവിടെ എന്ത് വരും? 11 എന്ന് വരും. സോ ദിസ് ഈസ് ദ ആൻസർ. ഇത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ ഇത് വാച്ച് ചെയ്യാൻ നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കിട്ടും. ഇനി സബ്ട്രാക്ഷനിൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇതേപോലെ തന്നെ എന്താ പറയുക, കുറച്ച് റൂൾസ് ഉണ്ട്. ദാറ്റ് ഈസ് 0 - 0 0 ആണ്, 1 - 0 1 ആണ്, 1 - 1 0 ആണ്, അതേപോലെ തന്നെ 0 - 1 1 ആണ്. ഓക്കെ, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 0 - 1 1 ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത കോളത്തിൽ നിന്ന് ഒരു 1നെ ബോറോ ചെയ്യണം. നമുക്കത് എങ്ങനെയെന്നൊരു പ്രോബ്ലത്തിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്പർ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. സോ അതിന് നമ്മൾ ആദ്യം നമുക്ക് എഴുതാം 1 0 1 0 ഫ്രം എത്ര എഴുതുന്നു? -1 1 0 ആണ്. അപ്പോൾ 1 1 0. ഇതിൽ 0 - 0 എത്രയാണ്? 0 ആണ്. 1 - 1 0 ആണ്. 0 - 1 എന്തായിരുന്നു? നമ്മൾ അപ്പുറത്തുനിന്ന് ഒരു കട എടുക്കണം. അപ്പോൾ നമ്മൾ ഇത് മാറ്റിയിട്ട് ഇവിടെ എന്തായിരിക്കും? ഇവിടെ 0 ആയിട്ട് മാറും. 0 - 1 എത്രയായിരുന്നു? 1 ആയിരുന്നു. അപ്പോൾ ഇവിടെ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ 0, ദാറ്റ് ഈസ് 0 - 0 0. അപ്പോൾ 0 1 0 എന്നുള്ളതാണ് ഈ 2 നമ്പേഴ്സും സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. നെക്സ്റ്റ് ആണ് മൾട്ടിപ്ലിക്കേഷൻ. ബൈനറി നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഭയങ്കര സിമ്പിളാണ്. 0 × 0 0 0 × 1 0 1 × 0 0 1 × 1 1. എങ്ങനെയാണോ നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൽ. അപ്പോൾ നമുക്ക് ഇത് ഭയങ്കര സിമ്പിളായിരിക്കും. സോ ലെറ്റ്സ് ഡു വൺ പ്രോബ്ലം. ദാറ്റ് ഈസ് 1 0 1 multiplies by 11. അതെങ്ങനെയായിരിക്കും? 1 × 1 1 1 × 0 0 1 × 1 1. പിന്നെ വീണ്ടും നമ്മളൊരു ഡിജിറ്റ് സ്പേസ് അവിടെ വിടുന്നു. 1 × 1 1. നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഒന്നുമില്ല. 1 × 0 0 1 × 1 1 ആൻഡ് നമുക്കിത് ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് 1. ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെയാണ് ആഡ് ചെയ്യേണ്ടത്. 0 + 1 1 1 + 0 1 1. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. ഇതേപോലെ തന്നെ നമുക്ക് സിമിലർലി ആയിട്ട് നമുക്ക് ഡിവിഷനും ഉണ്ട്. ഇനി കുറച്ച് അസൈൻമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ ചെയ്യുക, അതിനുശേഷം നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, സോ ഇതിങ്ങനെയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു നമ്പറിനെ നിങ്ങൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതേപോലെ തന്നെ 23നെ നിങ്ങൾ എന്ത് ചെയ്യുക? ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. പിന്നെ 101/11 നിങ്ങൾ എന്താ പറയുക? മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ആൻഡ് ഓൾസോ ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ബൈനറി ക്ലോക്കിൽ ടൈം കാണിക്കുന്നത് 0 0 1 0 1 1 0 എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൻ്റെ ഡെസിമൽ ഫോർമാറ്റ് എന്തായിരിക്കും എന്ന് നിങ്ങൾ കണ്ടെത്തുക. അതേപോലെ തന്നെ അതിലിപ്പോൾ 45 മിനിറ്റ്സ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന പുതിയ ടൈമിൻ്റെ ബൈനറി എന്തായിരിക്കും എന്നുള്ളതും കണ്ടെത്തുക. പിന്നീട് അതേപോലെ തന്നെ
11010 എന്നുള്ളത്. എന്നൊക്കെയാണെങ്കിൽ 26 ആണ് ജനറലി നമ്മുടെ ഡെസിമലിൽ വരുമ്പോൾ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ബൈ 10 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്.